മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. മലയാള വർഷത്തിൻ്റെ ആരംഭ ദിനമായ ചിങ്ങം 1 കേരളീയരുടെ മനസ്സിൽ പുതുവത്സരത്തിൻ്റെ പ്രതീക്ഷയും പ്രകൃതിയുടെ നവോത്ഥാനവും നിറയ്ക്കുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കപ്പെടുന്നത് വെറും ഔപചാരിക ചടങ്ങല്ല. മണ്ണിനെയും വിത്തിനെയും ജലത്തെയും അധ്വാനത്തെയും ദൈവികമായി കണ്ടാദരിച്ച പൂർവികരുടെ സ്മരണ പുതുക്കുന്ന പുണ്യദിനം കൂടിയാണ്. ഒപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമായ ഓണാഘോഷങ്ങളുടെ തുടക്കത്തിൻ്റെയും. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഓണത്തിൻ്റെ പ്രതീക്ഷയും ആഘോഷത്തിൻ്റെ ആവേശവും നിറയ്ക്കുന്നത്. അങ്ങനെയാണ് അത്തം പത്തോണം എന്ന പ്രയോഗം മലയാളിയുടെ ഓണക്കാല സംസ്കാരത്തിൽ സ്ഥാനം പിടിച്ചത്. അത്തം നാളിൽ വീടുകളുടെ മുറ്റത്ത് പൂക്കളമൊരുക്കുന്നതോടെയാണ് ഓണാഘോഷത്തിന് തുടക്കമിടുന്നത്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, പിന്നെ തിരുവോണം. ഓരോ നാൾ കഴിയും തോറും ഓണാഘോഷത്തിൻ്റെ ആവേശവും ഒരുക്കങ്ങളും കൂടും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഓണവിപണികൾ സജീവമാകുന്നതോടെ ഉത്സവത്തിൻ്റെ വരവ് കൂടുതൽ വ്യക്തമാകും. ഓണവുമായി ബന്ധപ്പെട്ട ഒരു നാട്ടുചൊല്ലാണ് അത്തം കറുത്താൽ ഓണം വെളുത്തത് എന്നത്. ഇതൊരു കാലാവസ്ഥാ സൂചനയായും പഴമക്കാർ കണക്കാക്കിയിരുന്നു. അത്തം നാളുകളിൽ മഴയും മേഘാവൃതമായ കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഓണക്കാലത്ത് തെളിഞ്ഞ കാലാവസ്ഥ ലഭിക്കുമെന്നായിരുന്നു പഴയകാല വിശ്വാസം. പ്രകൃതിയെ നിരീക്ഷിച്ചും അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുമാണ് ഇത്തരം നാട്ടറിവുകൾ രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചൊല്ലുകൾ മലയാളിയുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ ഭാഗമായും കാണാം. ഓണത്തിന്റെ കാർഷിക പശ്ചാത്തലവും പ്രകൃതിയോടുള്ള മലയാളിയുടെ അടുപ്പവും ഇത്തരം നാട്ടുചൊല്ലുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. പൂക്കളം ഇടുന്നതിലും ഈ പ്രകൃതി ബന്ധം കാണാം. വിവിധ തരം നാട്ടുപൂക്കൾ ശേഖരിച്ച് പൂക്കളം ഒരുക്കുന്നത് ഒരു കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് ചേർന്നുള്ള പ്രധാന ഓണാചാരമായിരുന്നു. തുമ്പപ്പൂ, മുക്കുറ്റി, ചെമ്പരത്തി, തെച്ചിപ്പൂ തുടങ്ങിയ പൂക്കൾക്ക് ഓണക്കാലത്ത് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പൂക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൂക്കളം മലയാളിയുടെ ഓണസ്മരണകളിൽ ഇന്നും പ്രധാന സ്ഥാനത്ത് തന്നെയാണ്. ഓണസദ്യയും ഓണക്കളികളും ഓണക്കൊടി വാങ്ങലും കുടുംബത്തിൻ്റെ ഒത്തുചേരലും മലയാളികളുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. ഓണം ഒരു ഉത്സവം മാത്രമല്ല, മലയാളിയുടെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമത്വ ബോധത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെയും ആഘോഷമാണ്. വീടിൻ്റെ മുറ്റത്തെ ചെറിയ പൂക്കളത്തിൽ തുടങ്ങി നാടിൻ്റെ മുഴുവൻ ആഘോഷമായി വളരുന്ന ഒരു സംസ്കാരമാണ് ഓണം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉത്സവങ്ങളുടെ രീതി മാറിയെങ്കിലും മലയാളിയുടെ മനസ്സിൽ തലമുറകളായി വേരൂന്നിയ ഓണ സംസ്കാരത്തിൻ്റെ പെരുമ ഇന്നും അതിൻ്റെ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓണത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ മലയാളികൾക്ക് എല്ലാ കാലത്തും കഴിയട്ടെ. എല്ലാവർക്കും 1000 ഓണാശംസകൾ.